السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم ونستغفرك لما لا نعلم. أما بعد. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹത്തരമായ പേരുകളിൽ അൽ അസ്മാഉൽ ഹുസ്നയിൽ അൽ അസീസ്, അൽ ജബ്ബാർ എന്നീ രണ്ട് പേരുകളെ കുറിച്ചാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നത്. റബ്ബിന്റെ ഈ രണ്ട് പേരുകൾ അൽ അസീസ്, അൽ ജബ്ബാർ എന്നീ രണ്ട് പേരുകൾ ഒരുമിച്ച് ഖുർആനിൽ വന്നിട്ടുള്ള ആയത്താണ് സൂറത്തുൽ ഹശ്റിലെ അവസാന ഭാഗത്തുള്ള അള്ളാഹുവിൻ്റെ ധാരാളം നാമങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആയത്ത്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ എന്ന ആയത്ത് എന്ന് തുടങ്ങുന്ന ആയത്ത്. ആ ആയത്തിലാണ് ഈ രണ്ട് പേരുകൾ ഒരുമിച്ച് വന്നിട്ടുള്ളത്. ആ ആയത്തിൽ മാത്രമാണ് അൽ ജബ്ബാർ എന്ന അള്ളാഹുവിന്റെ പേര് ഖുർആനിൽ വന്നിട്ടുള്ളത്. ആ ആയത്തിലാണ് അൽ അസീസ്, അൽ ജബ്ബാർ എന്നീ രണ്ട് പേരുകൾ ഒരുമിച്ച് വന്നത്. അതുപോലെ ആ ആയത്തിൽ മാത്രമാണ് അൽ ജബ്ബാർ എന്ന അള്ളാഹുവിന്റെ പേര് ഖുർആനിൽ വന്നിട്ടുള്ളത്. എന്നാൽ അൽ അസീസ് എന്ന റബ്ബിന്റെ പേര് പരിശുദ്ധ ഖുർആനിൽ ധാരാളം തവണ വന്ന പേരാണ്. ഏകദേശം 100-നോടടുപ്പിച്ച് തവണ അൽ അസീസ് എന്ന അള്ളാഹുവിന്റെ പേര് ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അൽ അസീസ് എന്ന റബ്ബിന്റെ പേരിൽ ഉള്ള അള്ളാഹുവിന്റെ സിഫത്ത്, അവന്റെ വിശേഷണം ഏതായിരിക്കും? ഇസ്സത്ത് എന്ന വിശേഷണമാണ്. അള്ളാഹുവിന്റെ ഇസ്സത്ത് എന്ന സിഫത്താണ് അൽ അസീസ് എന്ന പേരിൽ ഉള്ളത്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനുള്ളതാണ്. ഇസ്സത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള ഇസ്സത്തും അള്ളാഹുവിനുള്ളതാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള ഇസ്സത്ത്, അതിന്റെ പരിപൂർണത, അത് അള്ളാഹുവിനുള്ളതാണ്. അങ്ങേയറ്റത്തെ പ്രതാപം റബ്ബിനുള്ളതാണ്. ഖുർആനിൽ നോക്കൂ, അള്ളാഹു പറഞ്ഞത് ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ. ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ. ഇസ്സത്ത്, പ്രതാപം, അത് മുഴുവൻ അള്ളാഹുവിനുള്ളതാണ്. അതിന്റെ എല്ലാ അർത്ഥത്തിലും പരിപൂർണമായ നിലക്ക് ഇസ്സത്ത് ഉള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ഇസ്സത്ത്, അതിന്റെ അർത്ഥം 3 പ്രധാനപ്പെട്ട അതിന്റെ വശങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്സത്തിന്റെ പ്രധാനപ്പെട്ട 3 അർത്ഥതലങ്ങൾ. ഒന്ന് ഇസ്സത്തുൽ ഖുവ്വ, റബ്ബിന്റെ ശക്തി കൊണ്ടുള്ള അവന്റെ പ്രതാപമാണ്. അവന്റെ ഖുവ്വത്ത്, അവന്റെ ശക്തി കൊണ്ടുള്ള അവന്റെ പ്രതാപമാണ്. സൃഷ്ടികളുടെ അവരുടെ മുഴുവൻ ശക്തിയും, അവരുടെ എല്ലാവരുടെയും ശക്തിയും അള്ളാഹുവിന്റെ ഖുവ്വത്തിനോട് താരതമ്യത്തിന് പോലും അർഹമല്ല. റബ്ബിന്റെ ശക്തിയോട് അതിനെ താരതമ്യപ്പെടുത്തുക കൂടി സാധ്യമല്ല. അത് എത്ര വലുതാണെങ്കിലും. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അള്ളാഹു അവനാണ് റസ്സാഖ്. അവനാണ് അവന്റെ സൃഷ്ടികൾക്ക് മുഴുവൻ ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവൻ, ഉപജീവനമേകുന്നവൻ. ദുൽ ഖുവ്വ, ഏറ്റവും ശക്തിയുള്ളവൻ. അൽ മതീൻ, ബലവത്തായവൻ, ബലമുള്ളവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. നോക്കൂ, മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞത്
അവലം യറൗ അന്നല്ലാഹ അല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ. അവർ കണ്ടില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ അവരെ സൃഷ്ടിച്ച അള്ളാഹു അവരെക്കാൾ ശക്തിയുള്ളവനാണ് എന്ന്? കാരണം പഴയ ഗോത്രങ്ങൾ, ആദ് സമൂദ് ഗോത്രങ്ങൾ, അവരവരുടെ ശക്തിയിൽ, അവരുടെ തടിമിടുക്കിൽ അഹങ്കാരം കൊണ്ടവരായിരുന്നു. വലിയ പാറകൾ തുരന്ന് വീടുകൾ ഉണ്ടാക്കാൻ മാത്രം ശക്തി ഉണ്ടായിരുന്ന, വലിയ ശരീരമുണ്ടായിരുന്ന, ശേഷിയുണ്ടായിരുന്ന ആളുകളായിരുന്നു. അവർ ചോദിച്ചു, മൻ അശദ്ദു മിന്നാ ഖുവ്വ. സൂറത്ത് ഫുസ്സിലത്തിൽ നമുക്ക് കാണാം, അവർ ചോദിച്ചു, മൻ അശദ്ദു മിന്നാ ഖുവ്വ, ആരുണ്ട് ഞങ്ങളെക്കാൾ ശക്തിയുള്ളവരായി? അള്ളാഹു പറയുക, അവലം യറൗ അന്നല്ലാഹ അല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ. എന്താണ് അവർ ചിന്തിക്കാത്തത്? അവരെ സൃഷ്ടിച്ച് അവർക്ക് ഈ ശക്തിയേകിയ അവരുടെ റബ്ബ്, അവരെ സൃഷ്ടിച്ച അള്ളാഹു, അവൻ അവരെക്കാൾ ശക്തിയുള്ളവനാണ് എന്നവർ മനസ്സിലാക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിച്ചു. ഈ ശക്തി കൊണ്ടുള്ള ഇസ്സത്താണ് അതിന്റെ ഒന്നാമത്തെ അർത്ഥം. ഇസ്സത്തുൽ ഖുവ്വ എന്ന് പറയും. ആ ശക്തി കൊണ്ട് അള്ളാഹു പ്രതാപമുള്ളവനാണ്. അവനെ പോലെ പ്രതാപമുള്ള ഇസ്സത്തുള്ള മറ്റാരും തന്നെയില്ല. ഇതിന്റെ രണ്ടാമത്തെ അർത്ഥം ഇസ്സത്തുൽ ഇംതിനാ. ഇസ്സത്തുൽ ഇംതിനാ, ഇംതിനാ എന്ന് പറഞ്ഞാൽ ഇംതനാ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഒരു ഉപദ്രവവും ചെയ്യാൻ സാധിക്കാത്ത, മാത്രമല്ല ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത പ്രതാപവാനാണ്, അസീസാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അല്ലാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, യാ ഇബാദി ഇന്നകും ലൻ തബ്ലുഗു നഫ്ഇ ഫതൻഫഊനി വലൻ തബ്ലുഗു ദുർരി ഫതദുറൂനി. നിങ്ങൾക്ക് എനിക്ക് ഉപകാരം ചെയ്തു തരാൻ സാധ്യമല്ല, എനിക്ക് ഉപദ്രവം ചെയ്യാനും നിങ്ങൾക്ക് സാധ്യമല്ല. ലൗ അന്ന അവലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും كانوا على أتقى قلب رجل واحد منكم ما زاد ذلك في ملكي شيئا. നിങ്ങളിൽ ആദ്യത്തെ ആളും അവസാനത്തെ ആളും, നിങ്ങളിലെ ജിന്നും ഇൻസും ഒക്കെ ഏറ്റവും തഖ്വയുള്ള ഹൃദയമുള്ള ആളുകളായാലും, എല്ലാവരുടെയും ഹൃദയം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പോലെ തഖ്വ നിറഞ്ഞ ഹൃദയമായാൽ പോലും മാ സാദ ദാലിക ഫി മുൽക്കി ഷൈഅ, എന്റെ മുൽക്കിൽ, എന്റെ അധികാരത്തിൽ അത് ഒന്നും കൂട്ടുകയില്ല, ഒന്നും കൂടാനില്ല. യാ ഇബാദി, ഓ എന്റെ അടിമകളെ, ലൗ അന്ന അവലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും كانوا على أفجر قلب رجل واحد منكم ما نقص ذلك من ملكي شيئا. ഓന്റെ അടിമകളെ, നിങ്ങളിൽ ആദ്യത്തെ ആളും അവസാനത്തെ ആളും, നിങ്ങളിലെ ജിന്നും ഇൻസും, ജിന്നുകളും മനുഷ്യരും ഒക്കെ ഏറ്റവും വൃത്തികെട്ട ഹൃദയത്തിന്റെ ഉടമകളായി തീർന്നാലും, എല്ലാവരുടെയും കൽബ് ഇബ്ലീസിന്റെ കൽബ് പോലെ എന്ന് സങ്കല്പിക്കുക. മാ നഖസ ദാലിക മിൻ മുൽക്കി ഷൈഅ, എന്റെ മുൽക്കിൽ നിന്ന് ഒന്നും കുറയാനില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ നന്മകൾ കൽപ്പിച്ചത്, അവനെ ആരാധിക്കാൻ കൽപ്പിച്ചത് അവൻ അടിമകൾ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടല്ല, മറിച്ച് അതിന്റെ ഉപകാരം അടിമകൾക്ക് തന്നെയാണ്. അതിന്റെ ഉപകാരം അടിമകൾക്ക് തന്നെയാണ്. അവരോട് തിന്മ ചെയ്യരുത് എന്ന് കൽപ്പിച്ചത്, അവർ തിന്മ ചെയ്താൽ അള്ളാഹുവിന്റെ മുൽക്കിന് എന്തെങ്കിലും സംഭവിക്കുമെന്നത് കൊണ്ടല്ല, മറിച്ച് അതിന്റെ ദൂഷ്യം അവർക്ക് തന്നെയാണ്. അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നുമില്ല. അള്ളാഹു തിന്മകൾ, വൃത്തികേടുകൾ അവൻ ഇഷ്ടപ്പെടുന്നില്ല, നല്ലത് അവൻ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഒരാൾക്കും ഒരു ഉപദ്രവവും ചെയ്യാൻ സാധിക്കാത്ത റബ്ബാൻ. അവനാണ് ഉപദ്രവങ്ങളും ഉപകാരങ്ങളും നിശ്ചയിക്കുന്നത്. അവനാണ്. ഉപകാരോപദ്രവങ്ങൾ അള്ളാഹുവിന്റെ കയ്യിലാണ്. ഉപകാരോപദ്രവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ്. അവൻ ഉദ്ദേശിച്ചതല്ലാതെ സംഭവിക്കുകയില്ല. ഒരാൾക്കും അവനെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. സകല ന്യൂനതകളിൽ നിന്നും അവൻ മുക്തനാണ്. ഒരു ന്യൂനതയും അവന് യോജിക്കുകയില്ല. ഒരു പങ്കാളിയെയോ ഒരു സന്താനത്തെയോ ഒരു സമന്മാരിൽ ആരെയെങ്കിലുമോ അവൻ സ്വീകരിച്ചിട്ടില്ല. അത് അവന്റെ ഇസ്സത്തിന് യോജിക്കുകയില്ല. അള്ളാഹുവിന്റെ പ്രതാപത്തിന് യോജിക്കുകയില്ല അവനൊരു സന്താനത്തെ സ്വീകരിക്കുകയത്. കാരണം സന്താനം, പിതാവ് തന്റെ സന്തതിയോട് ആവശ്യക്കാരനായിരിക്കും, അവനെ കൊണ്ട് ആവശ്യമുണ്ടാകും. അതുപോലെ സന്താനം പിതാവിനോട് സദൃശ്യനായിരിക്കും. അള്ളാഹുവിന് എങ്ങനെ അതുണ്ടാകും? ഒരിക്കലുമല്ല. അത് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള, അവന്റെ പടപ്പുകളിൽ ചിലർ പറഞ്ഞിട്ടുള്ള, അവൻ ഒരിക്കലും പൊറുക്കാത്ത വാക്കാണ്. ആകാശഭൂമികൾക്ക് സഹിക്കാൻ സാധിക്കാത്ത വാക്കാണ്.
അള്ളാഹു പറഞ്ഞില്ല തകാദു السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا. റഹ്മാനായ അള്ളാഹുവിന് അവർ ഒരു സന്താനമുണ്ടെന്ന് വാദിച്ചിരിക്കുന്നു. അത് കാരണത്താൽ ആകാശങ്ങൾ പൊട്ടിപ്പിളരുമാറാകുന്നു, ഭൂമി കൊണ്ട് കീറുമാറാകുന്നു, പർവ്വതങ്ങൾ പൊടിഞ്ഞ് തകർന്നു പോകുമാറാകുന്നു. അവർ അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിച്ചതിനാൽ ശിർക്ക് എന്നത്, അള്ളാഹുവിൽ പങ്കു ചേർക്കപ്പെടുക എന്നത് ആകാശഭൂമികൾക്ക് സഹിക്കാൻ സാധിക്കാത്തതാണ്. റബ്ബ് അവന്റെ ഈ നമ്മൾ കാണുന്ന ഈ നിശ്ചലമായ അവന്റെ സൃഷ്ടികൾക്ക് സഹിക്കാൻ സാധിക്കാത്തതാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കപ്പെടുക എന്നത്. കാരണം അതിനേക്കാൾ വലിയ അക്രമം മറ്റൊന്നില്ല. അങ്ങനെയുള്ള സന്താനത്തെയോ പങ്കാളിയെയോ സ്വീകരിക്കുക എന്നതിൽ നിന്ന് അവൻ പരിശുദ്ധനാണ്. കാരണം അവന്റെ ഇസ്സത്തിന്, അവന്റെ പ്രതാപത്തിന് അത് യോജിക്കുകയില്ല. നോക്കൂ, അള്ളാഹു പറഞ്ഞത് സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാന റബ്ബിക്, നിന്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ്. റബ്ബിൽ ഇസ്സ, ഇസ്സത്തിന്റെ റബ്ബ്. അമ്മാ യസിഫൂൻ, അവരവനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധനാണ്. വസലാമുൻ അലൽ മുർസലീൻ, അള്ളാഹുവിന്റെ റസൂലുകൾക്കുമേൽ സലാം, അവർക്കാണ് സുരക്ഷിതത്വമുള്ളത്. അവർ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ വാക്കെന്തോ അതാണ് സുരക്ഷിതമായ ശരിയായ വാക്ക്. എന്നാൽ നബിമാരുടെ മാർഗം സ്വീകരിക്കാത്തവർ, നബിമാരുടേതല്ലാത്ത മാർഗം സ്വീകരിച്ചവർ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ വാക്ക് എന്തുണ്ടോ അതിൽ നിന്ന് അവൻ പരിശുദ്ധനാണ്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ. രണ്ടും ഒരുമിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ സർവ്വലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനാകുന്ന എല്ലാ സ്തുതിയും, സ്തുതിക്കപ്പെടേണ്ടുന്ന പ്രശംസകളുടെ എല്ലാ വിശേഷണങ്ങളും അതിന്റെ പരിപൂർണമായ അർത്ഥത്തിലുള്ളവനാണ് അള്ളാഹു. നോക്കൂ, അള്ളാഹുവിനില്ലാത്ത പടപ്പുകൾ അവന്റെ മേൽ കെട്ടിപ്പറഞ്ഞുണ്ടാക്കിയ മോശമായ സിഫത്തുകളിൽ നിന്ന് അള്ളാഹു അവനെ പരിശുദ്ധപ്പെടുത്തി. എന്നിട്ട് നബിമാരെ അവൻ പ്രശംസിച്ചു. എന്തുകൊണ്ടാണ്? അവരുടെ വാക്ക് സുരക്ഷിതമായ ശരിയായ വാക്കാണ്. അവർ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത് ശരി മാത്രമാണ്. അള്ളാഹുവിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞത് നിഷേധിക്കുക മാത്രം ചെയ്താൽ പോരാ. അള്ളാഹുവിനെ കുറിച്ച് ഇല്ലാത്തത് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ നിഷേധിക്കുക മാത്രം ചെയ്താൽ മതിയോ? പോരാ. അള്ളാഹുവിനുള്ള ഏറ്റവും വിശിഷ്ടമായ വിശേഷണങ്ങളുണ്ട്, അതവനുണ്ടെന്ന് പറയണം. അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞ അവന്റെ മഹത്തരമായ വിശേഷണങ്ങൾ അത് സ്ഥാപിക്കുക കൂടെ വേണം. എങ്കിലാണ് ഹംദ്, അവിടെയാണ് ഹംദ് വരുന്നത്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുകൊണ്ടാണ് നമ്മുടെ ദിക്റുകളിൽ പലപ്പോഴും നമ്മൾ തസ്ബീഹും ഹംദും ഒരുമിച്ച് പറയുന്നത്. സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ ആ സന്ദർഭത്തിൽ അൽഹംദുലില്ലാഹ് എന്ന് പൊതുവെ വരുന്നത് അതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി ശ്രേഷ്ഠമായ ദിക്റാണല്ലോ. ഒരാൾ 100 തവണ പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ കടലിൽ നുരയോളം ഉണ്ടെങ്കിലും പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അല്ലാഹുവിനെ കുറിച്ചുള്ള തസ്ബീഹും ഹംദുമാണ് അവിടെ വരുന്നത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. എന്താണ് അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ തഖീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ഇലർ റഹ്മാൻ. രണ്ട് വാക്കുകൾ, രണ്ട് വാക്യങ്ങൾ, അത് ഖഫീഫതാനി അലൽ ലിസാൻ, പറയാൻ നാവിന് വളരെ എളുപ്പമാണ്. എന്നാൽ സഖീലതാനി ഫിൽ മീസാൻ, നാളെ പരലോകത്ത് തുലാസിൽ അതീവ ഭാരമുള്ളതാണ്. നിന്റെ അമലുകൾ, സൽപ്രവർത്തനങ്ങൾ നാളെ പരലോകത്ത് തൂക്കി നോക്കുമ്പോൾ അതിൽ ഏറെ ഭാരമുണ്ടാകും ഈ വാക്കിന്. ഹബീബതാനി ഇലർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് ഏറെ പ്രിയങ്കരമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം ഈ വാക്ക്. അതുപോലെ ഹംദിനെ കുറിച്ച് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ, അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് എന്ന വാക്ക് തുലാസ് നിറക്കുന്ന വാക്കാണ്. ഒരു വാക്ക് അൽഹംദുലില്ലാഹ് എന്ന് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് നീ പറയുന്നത്. അത് പറയാൻ പിശുക്ക് കാണിക്കരുത്. അൽഹംദുലില്ലാഹ് എന്ന വാക്ക് അള്ളാഹു തൃപ്തിപ്പെടുന്ന വാക്കാണ്. അള്ളാഹു തൃപ്തിപ്പെടുന്ന വാക്കാണ്. കാരണം അതാണ് റബ്ബിനോട് നമുക്ക് സാധിക്കുക. അള്ളാഹുവിനെ കുറിച്ച് എന്ത്, അവനുള്ള അനുഗ്രഹങ്ങൾക്ക് എന്ത് നന്ദി നാം കാണിച്ചാലും അത് മതിയാവുകയില്ല. അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് നമ്മിൽ നിന്ന് ചെറിയ അമൽ സ്വീകരിച്ച് വലിയ പ്രതിഫലം നൽകും. അത് അള്ളാഹുവിന്റെ ഫദ്ലാണ്, ഔദാര്യമാണ്. അതുകൊണ്ടാണ് സ്വർഗവാസികൾ സ്വർഗത്തിലെത്തിയാൽ അതിനേക്കാളും വലിയ അനുഗ്രഹം എന്തുണ്ട്? ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക എന്നത്. അവിടെയും അവർ പറയുന്നത് എന്താണ്? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ. ഈ സ്വർഗത്തിലേക്ക് നമ്മെ വഴി നടത്തിയ അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. അത് ആണ് അടിമകൾക്ക് സാധിക്കുക. അള്ളാഹു സാധിക്കുന്നത് നമുക്ക്
മതിയാക്കി തന്നിരിക്കുന്നു. നോക്കൂ, ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അവന്റെ പ്രതാപത്തിന് യോജിക്കാത്തതാണ് അവനിൽ പങ്കു ചേർക്കുക എന്നത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, നോക്കൂ, ഖുൽ അറൂനി അല്ലദീന അൽഹഖ്തും ബിഹി ശുറകാ കല്ലാ ബൽ ഹുവ അല്ലാഹുൽ അസീസുൽ ഹകീം. ഖുൽ പറയൂ നബി, അറൂനി അല്ലദീന അൽഹഖ്തും ബിഹി ശുറകാ, അല്ലാഹുവിന് സമന്മാരായി നിങ്ങൾ ചേർത്തവരെ നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. കല്ലാ ബൽ ഹുവ അല്ലാഹുൽ അസീസുൽ ഹകീം. ഇല്ല, അല്ലാഹു അവനാണ് ഏറ്റവും പ്രതാപമുള്ള അങ്ങേയറ്റത്തെ ഹിക്മത്തുള്ളവൻ. ആരെയാണ് നീ പങ്കു ചേർക്കുന്നത്? ഒരു മുശ്രിക് റബ്ബുൽ അർദി വസ്സമാവാത്ത്, ആകാശ ഭൂമികളുടെ റബ്ബിനോട് ആരെയാണ് പങ്കു ചേർക്കുന്നത്? മണ്ണിന് മുകളിലുള്ള, അറബിയിൽ പറയാറുണ്ട്, കുല്ലുല്ലദീ ഫൗഖ തുറാബി തുറാബു, കുല്ലുല്ലദീ ഫൗഖ തുറാബി തുറാബു, മണ്ണിന് മുകളിലുള്ളതൊക്കെ വെറും മണ്ണാണ് എന്ന് പറഞ്ഞതുപോലെ ഈ നിസാരമായ അവന്റെ സൃഷ്ടികളെ, ഇന്നലെ ഇല്ലാതിരുന്ന നാളെ മരിച്ചു പോകുന്ന ആളുകൾ അവരുടെ കൈകൊണ്ട് കൊത്തിയുണ്ടാക്കിയ ബിംബങ്ങളെ, അവനെ പോലെ ഇന്നലെ ജീവിച്ചിരുന്ന മരിച്ചുപോയ മനുഷ്യരെ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരെ, ഭക്ഷണം ആവശ്യമുള്ള, വെള്ളം ആവശ്യമുള്ള, വിസർജിക്കുന്ന ഇങ്ങനെയുള്ള പടപ്പുകളെ ആരോടാണ് അവൻ പങ്കു ചേർക്കുന്നത്? യാ സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ. അതാണ് അല്ലാഹു പറഞ്ഞത്, ഖുൽ അറൂനി അല്ലദീന അൽഹഖ്തും ബിഹി ശുറകാ കല്ലാ ബൽ ഹുവ അല്ലാഹുൽ അസീസുൽ ഹകീം. അങ്ങനെയുള്ള സൃഷ്ടികളിൽ നിന്ന് പങ്കുകാരെ സ്വീകരിക്കുക എന്നത് അള്ളാഹുവിന് യോജിക്കുകയില്ല. അവൻ ഏറ്റവും പ്രതാപമുള്ള റബ്ബാൻ. ഇതാണ് ഇസ്സത്തിന്റെ രണ്ടാമത്തെ വശം, ഇസ്സത്തുൽ ഇംതിനാ. ആദ്യം പറഞ്ഞത് ഇസ്സത്തുൽ ഖുവ്വ, ശക്തി കൊണ്ടുള്ള അള്ളാഹുവിന്റെ പ്രതാപമാണ്. രണ്ടാമത്തേത് ഇംതിനാ കൊണ്ടുള്ള അള്ളാഹുവിന്റെ പ്രതാപമാണ്. അഥവാ അവനൊരു ഉപദ്രവവും ഒരിക്കലും ഏൽക്കുകയില്ല. അവനെ ഉപദ്രവിക്കാനോ അവന് ഉപകാരം ചെയ്യാനോ ആർക്കും സാധ്യമല്ല. ഒരാളുടെയും ഒരു സൃഷ്ടിയുടെയും ആവശ്യം അവനില്ല. മറിച്ച് സൃഷ്ടികളെല്ലാം അവനിലേക്ക് ആവശ്യക്കാരാണ്. ഒരു പങ്കാളിയെ ഉണ്ടാവുക, ഒരു സന്താനം ഉണ്ടാവുക എന്നതിൽ നിന്നെല്ലാം അവൻ പരിശുദ്ധനാണ്. അവന്റെ പ്രതാപത്തിന് അത് യോജിക്കുകയില്ല. ഇസ്സത്തിന്റെ മൂന്നാമത്തെ അർത്ഥം ഇസ്സത്തുൽ ഖഹർ. ഇസ്സത്തുൽ ഖഹർ എന്താണ്? ഇസ്സത്തുൽ ഖഹർ എന്ന് പറഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ സൃഷ്ടികളെ മുഴുവൻ അടക്കി ഭരിക്കുന്നവനാണ്. അവരുടെ മേൽ സർവാധിപത്യമുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ടുള്ള അള്ളാഹുവിന്റെ പ്രതാപമാണ്. ലോകത്തുള്ള ഓരോ ചെറിയ മൺതരിയാകട്ടെ, ഈ ലോകത്ത് ഈ ഭൂമിയാകട്ടെ, ആകാശങ്ങളാകട്ടെ, സൂര്യനാകട്ടെ, അതിനേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങളാകട്ടെ, പ്രപഞ്ചമൊന്നാകെ റബ്ബിന്റെ അധികാരത്തിന് കീഴിലാണ്. അവൻ അവയെ അടക്കി ഭരിക്കുന്നവനാണ്. അവയെല്ലാം അള്ളാഹുവിന് കീഴൊതുങ്ങിയതാണ്. അള്ളാഹുവിന്റെ തീരുമാനം അല്ലാതെ അതിൽ നടക്കുകയില്ല. അടിമകളുടെ മുഴുവൻ അവരുടെ മൂർധാവ് റബ്ബിന്റെ കയ്യിലാണ്. വമാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ. ഒരു ജന്തുവുമില്ല ഭൂമിക്ക് മുകളിലൂടെ നീങ്ങുന്ന ജീവനുള്ള ഒന്നുമില്ല, അള്ളാഹു അതിന്റെ മൂർധാവ് അള്ളാഹുവിന്റെ കയ്യിലായിട്ടല്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലിയിരുന്ന ഒരു ദുആയിലുണ്ടല്ലോ, അഊദു ബിക മിൻ ശർരി കുല്ലി ദാബത്തിൻ അൻത ആഖിദുൻ ബിനാസിയതിഹാ. അല്ലാഹുവേ, ഞാൻ സകല ജന്തുവിന്റെയും, മറ്റു ചില റിവായത്തുകൾ കാണാം മിൻ ശർരി കുല്ലി ദി ശർരിൻ, ഉപദ്രവമുണ്ടാക്കുന്ന എല്ലാത്തിന്റെയും ഉപദ്രവത്തിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു. അൻത ആഖിദുൻ ബിനാസിയതിഹാ, നീയാണ് അതിന്റെ എല്ലാം മൂർധാവിൽ പിടിച്ചവൻ. എല്ലാത്തിന്റെയും നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. ഒരു വസ്തുവിന്, ഒരു കാര്യത്തിന് ഇവിടെ നീങ്ങാൻ ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല, ഒരടി മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. അള്ളാഹു അതിന് നൽകിയ കഴിവ് കൊണ്ടല്ല, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, അവന്റെ ശക്തി കൊണ്ടല്ലാതെ, അവന്റെ അനുവാദത്തോടെ അല്ലാതെ നീങ്ങാൻ സാധ്യമല്ല. അതാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, പറയുക അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അധികാരത്തിന്റെ എല്ലാം അധിപതിയായ അള്ളാഹുവേ, തുഅ്തിൽ മുൽക മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അധികാരം ഊരിയെടുക്കുന്നു, അതെടുത്തു നീക്കുന്നു. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഇസ്സത്ത് നൽകുന്നു, പ്രതാപം നൽകുന്നു. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്ദത നൽകുന്നു. ബിയദിക്കൽ ഖൈർ, എല്ലാ നന്മയും നിന്റെ കയ്യിലാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്.
അതാണ് നോക്കൂ, ഈ ഇസ്സത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അവന്റെ ഇസ്സത്ത് മനസ്സിലാക്കിയ ഒരു മുഅ്മിൻ അവൻ താണുകേണ് നിൽക്കുക റബ്ബിന്റെ മുന്നിൽ മാത്രമാണ്. അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ ഒരു അടിമ ദില്ലത്തിൽ, അവന്റെ യഥാർത്ഥ അടിമ ദില്ലത്തിലാവുകയില്ല. അവൻ താണുകേണ് നിൽക്കുകയില്ല, അവനിലേക്കല്ലാതെ അഭയം തേടുകയില്ല. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇസ്സത്ത്, പ്രതാപം. ഒരു മുഅ്മിൻ അള്ളാഹുവിൽ നിന്നല്ലാതെ തേടുകയില്ല, അള്ളാഹുവിനോടല്ലാതെ തേടുകയില്ല. അവൻ അനുസരിച്ചാൽ അല്ലാതെ ഇസ്സത്ത് ലഭിക്കില്ല. അള്ളാഹു പറഞ്ഞു നോക്കൂ നിങ്ങൾ, മൻ കാന യുരീദുൽ ഇസ്സ, ആരെങ്കിലും അന്തസ് പ്രതാപം ഉദ്ദേശിക്കുന്നുണ്ടോ, ഫലില്ലാഹിൽ ഇസ്സത്തു ജമീഅ, ഇസ്സത്ത് പ്രതാപം മുഴുവൻ അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് നോക്കൂ, ഇത് ഒരടിമ അവന്റെ ജീവിതത്തിൽ എത്രത്തോളം സാക്ഷാത്കരിക്കുന്നോ അത്രത്തോളം അവന് ഇസ്സത്തുണ്ടാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു എന്ത് പറഞ്ഞത്? നബിയെ പിൻപറ്റി അള്ളാഹുവിൽ വിശ്വസിച്ച മുഅ്മിനുകളെ കുറിച്ച് അള്ളാഹു എന്ത് പറഞ്ഞത്? സൂറത്തുൽ മുനാഫിഖൂൻ നമുക്ക് കാണാം, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അള്ളാഹുവിനുള്ളതാണ് പ്രതാപം, അവന്റെ റസൂലിനുള്ളതാണ്, മുഅ്മിനുകൾക്കുള്ളതാണ്. എന്നാൽ മുനാഫിഖുകൾ കാര്യം മനസ്സിലാക്കുന്നില്ല. നോക്കൂ, അള്ളാഹുവാണ് ഇസ്സത്ത് നൽകുക. നമുക്ക് തോന്നും ചിലപ്പോൾ അങ്ങനെ ചെയ്താലായിരിക്കും നമുക്ക് പ്രതാപം, എന്റെ അന്തസ് നിലനിൽക്കുക, അങ്ങനെ ചെയ്താൽ ഞാൻ ഒന്ന് താണുപോകും എന്ന് നമുക്ക് തോന്നിയേക്കും. പക്ഷെ അതിലായിരിക്കുകയില്ല ഇസ്സത്ത്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിലാണ് ഇസ്സത്ത്. ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. അള്ളാഹു ഒരു അടിമക്ക് അവൻ മാപ്പ് കൊടുക്കുന്നത് കൊണ്ട്, അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നത് കൊണ്ട് ഇസ്സത്ത് അല്ലാതെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയില്ല. അവൻ വിട്ടുവീഴ്ച ചെയ്താൽ അള്ളാഹു അവന് പ്രതാപം നൽകും. അവനൊന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട അവസരങ്ങളിൽ അവൻ ഇറങ്ങിക്കൊടുത്താൽ അള്ളാഹു അവന് പ്രതാപം നൽകുന്നതാണ്. ഇത് നോക്കൂ, ഇത് ശരിയായി മനസ്സിലാകാത്ത ആളുകൾ അവർ ഇസ്ലാമിലല്ലാതെ പുറത്ത് ഇസ്സത്ത് അന്വേഷിക്കും. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു മുനാഫിഖുകളെ കുറിച്ച് ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ്. ഇന്ന് സുബ്ഹാനല്ലാഹ് നമ്മൾ ധാരാളമായി അന്നത്തെ മുനാഫിഖുകളുടെ പിൻഗാമികളായ ആളുകളിൽ കാണുന്ന കാര്യമാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താണത് സഹോദരങ്ങളെ? ഇസ്ലാമിന്റെ മര്യാദകൾ പിന്നിലേക്ക് വെച്ചാലാണ് ഇസ്സത്ത് എന്ന് ചിലർ വിചാരിക്കുന്നു. ചിലരുടെ വിചാരം, അവൻ ചാനലുകളിലും മറ്റും കയറി മുസ്ലിമീങ്ങളെ ഒന്ന് ചീത്ത വിളിച്ചാൽ, ഞാൻ പഴഞ്ചൻ ഒരാളല്ല, പക്ഷെ ഞാൻ പുരോഗമനവാദിയാണ്, ഞാനിങ്ങനെ ഇസ്ലാമിന്റെ കുടുസായ വാദഗതികളെ ഒന്നും അംഗീകരിക്കുന്നില്ല. നഊദു ബില്ലാഹ്. ഇസ്ലാമിൽ ഏതാണ് കുടുസായുള്ളത്? ഇത് അള്ളാഹുവിന്റെ വിശാലമായ ദീനാണ്. പിശാചിനെ അനുസരിക്കുന്നവന്റെ ദീനാണ് ഏറ്റവും കുടുങ്ങിയ കുടുസായ ദീൻ. ഇങ്ങനെ ആളുകളുടെ മുന്നിൽ ഇസ്ലാമിനെ ചീത്ത പറഞ്ഞാൽ, മുസ്ലിമീങ്ങളെ ചീത്ത പറഞ്ഞാൽ, മുസ്ലിമീങ്ങളൊക്കെ മോശമാണ്, മറ്റുള്ളവരെ നോക്കൂ നിങ്ങൾ, അവരെ കണ്ടില്ലേ, സമുദായം എത്ര നല്ല ആളുകളാ എന്നിങ്ങനെ പറഞ്ഞാൽ, മുസ്ലിമീങ്ങൾ ഒരു ഭാഗത്തും ഇസ്ലാമിന്റെ ശത്രുക്കളും ഒരു ഭാഗത്തും നിൽക്കുമ്പോൾ അപ്പുറത്തെ ഭാഗത്ത് ചേരലാണ് ഇസ്സത്ത് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവനുള്ളത് നിന്ദതയുടെ പടുകുകയിലാണ്. അങ്ങേയറ്റത്തെ നിന്ദതയിലാണ് അവനുള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നിന്ദരായ ഒരു ജനതയായിരുന്നു. അള്ളാഹു ഈ ദീൻ മുഖേന ഇസ്ലാം മുഖേന നമുക്ക് ഇസ്സത്ത് നൽകി. ഇസ്ലാം അല്ലാത്തതിൽ നമ്മൾ ഇസ്സത്ത് തേടിപ്പോയാൽ അള്ളാഹു നമ്മെ നിന്ദരാക്കും. ചില ആളുകൾക്ക് തോന്നുകയാണ്, അവനെ പ്രോത്സാഹിപ്പിക്കാൻ, അവന് മുന്നിൽ കൈയടിക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കളെ കാണുമ്പോൾ അവൻ തോന്നാണ് ഞാൻ എന്തോ ഇസ്സത്തിലാണ് എന്ന്. അവൻ അങ്ങേയറ്റത്തെ നിന്ദയിലാണ്. അള്ളാഹുവിങ്കിൽ അവന് യാതൊരു വിലയുമില്ല. ഈമാനുള്ളവരുടെ മനസ്സിൽ അവന് യാതൊരു വിലയുമില്ല. അള്ളാഹുവിന്റെ കൊടാനുകൂടി മലായിക്കത്തിനിടയിൽ അവന് യാതൊരു വിലയുമില്ല. മറിച്ച് അള്ളാഹുവിന്റെ ദീൻ പാലിക്കുന്നതിലാണ് സഹോദരങ്ങൾ ഇസ്സത്തുള്ളത്. ഇസ്ലാമിന്റെ മര്യാദകളും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളും എവിടെ പുലർത്തും അവിടെയാണ് ഇസ്സത്തുള്ളത്. അവർക്കാണ് ഇസ്സത്തുള്ളത്.
നോക്കൂ നിങ്ങൾ, മറ്റുള്ളവരുടെ പിന്നാലെ അവരെ അനുകരിച്ച് അവരുടെ വേഷത്തിലും രൂപത്തിലും ഒക്കെ അവരെ പിൻപറ്റി ഒരുവൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ആരാണ് അവനിൽ ഇജ്ജത്ത് കാണുക? അവർ കാണുമോ? ഇവൻ ആരൊക്കെയോ ഇവനെ പ്രോത്സാഹിപ്പിക്കുമെന്ന് വിചാരിക്കുന്നു. അവർ ഇവനിൽ ഇജ്ജത്ത് കാണുന്നുണ്ടോ, പ്രതാപം കാണുന്നുണ്ടോ? ഇല്ല, അവൻ ഞങ്ങളുടെ ഒരു വാലാട്ടിയാണ് എന്നേ അവർ വിചാരിക്കുള്ളൂ. നമ്മൾ എന്തിയാലും അവൻ പിന്നാലെ ഉണ്ടാവും എന്നേ അവർ വിചാരിക്കുകയുള്ളൂ. എന്നാൽ അള്ളാഹുവിന്റെ ദീൻ അവൻ പാലിച്ചാൽ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവൻ പിൻപറ്റിയാൽ അവൻ ഏറ്റവും വലിയ ഇജ്ജത്തിനാണ്, അന്തസ്സിലാണുള്ളത്. മുനാഫിഖുകൾ നോക്കൂ നിങ്ങൾ, പഴയ കാലത്തെ മുനാഫിഖുകൾ എന്താണ് ചെയ്തത്? അവരെന്താണ് സൂറത്തു അൽ ബഖറയിൽ നമുക്ക് കാണാം. തുടക്കത്തിൽ وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون, നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുന്നവരാണ്, നമ്മൾ മുസ്ലിമീങ്ങളെയും കുഫാറുകളെയും തമ്മിൽ യോജിപ്പിക്കുന്നവരാണ്. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, അള്ളാഹു പറഞ്ഞെന്താണ്? അവരാണ് ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കുന്നവർ. എന്നാൽ അവർ തിരിച്ചറിയുന്നില്ല. കുഫറും ഇസ്ലാമും ഒന്നാവുകയില്ല. എങ്ങനെയാണ് ശിർക്കും ഇസ്ലാമും ഒന്നാവുക? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്നതും അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുക എന്ന് പറയും എങ്ങനെ രണ്ടും ഒന്നാവും? പരലോകമില്ലെന്ന് പറയുന്നത് അതുണ്ടെന്ന് പറയും എങ്ങനെ ഒന്നാകും? അള്ളാഹുവിന് കോപമുള്ള പ്രവൃത്തി ഒരുവൻ ചെയ്യുന്നത്, അള്ളാഹുവിന് തൃപ്തിയുള്ള പ്രവൃത്തി ഒരുവൻ ചെയ്യുന്നത് എങ്ങനെ ഒന്നാകും? ഒരിക്കലും ഒന്നാവുകയില്ല. അതുകൊണ്ട് ഇസ്ലാമിലാണ് ഇജ്ജത്തുള്ളത്. അള്ളാഹു അത് മനസ്സിലാക്കാൻ, ഇസ്ലാം മുഖേന ഇജ്ജത്ത് ലഭിക്കാൻ എനിക്കും നിങ്ങൾക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇത് നമ്മൾ ഈ കാലത്ത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അസീസായ റബ്ബിനോട് ഇജ്ജത്ത് തേടിയവർക്കല്ലാതെ, അസീസായ റബ്ബിനെ അനുസരിച്ചവർക്കല്ലാതെ ഇജ്ജത്തില്ല, അവർക്കല്ലാതെ അന്തസ്സില്ല. ഇത് ദുനിയാവിലെ കാര്യമാണ്. നാളെ പരലോകത്തെത്തിയാലോ, യാ സുബ്ഹാനല്ലാഹ്, അവിടെ ആരാണ് ആദരിക്കപ്പെടുന്നവർ? അവിടെ ആരാണ് ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കുന്നവർ? അവിടെ ആരാണ് നിന്ദിക്കപ്പെടുന്നവർ? അല്ലാഹു പറഞ്ഞു വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ زين للذين كفروا الحياة الدنيا ويسخرون من الذين آمنوا والذين اتقوا فوقهم يوم القيامة. അല്ലാഹു പറഞ്ഞത് നിഷേധികളായ ആളുകൾക്ക്, കാഫിറുകളായ ആളുകൾക്ക് ദുനിയാവ് അലങ്കാരമായി തോന്നപ്പെട്ടിരിക്കുന്നു. വയസ്ഖറൂന മിനൽ ലദീന ആമനു, മുഅ്മിനുകളെ അവർ പരിഹസിക്കുന്നു. അതാണ് അല്ലാഹു പറഞ്ഞത് വല്ലദീന തഖൗ, എന്നാൽ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർ ഫൗഖഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവരുടെ മുകളിലായിരിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ ഉയർത്തും. നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ കുറച്ച് കാലമേ കൊണ്ട് സഹോദര, കുറെ കാലമൊന്നും കാത്തിരിക്കണ്ട. ഈ ലോകം ഒന്നാകെ എടുത്താലും വളരെ കുറച്ചേ ഉള്ളൂ. ദുനിയ ഒന്നാകെ എടുത്താലും എത്ര തുച്ഛമാണ്. അത് നമ്മുടെ ആയുസ് എത്ര തുച്ഛമാണ്. അതിലിനി ബാക്കിയുള്ളത് എത്ര തുച്ഛമാണ്. എത്ര കഴിഞ്ഞുപോയി, എത്ര ബാക്കിയുണ്ടെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് വളരെ കുറഞ്ഞ കാലം, വസ്ബിർ സാഅതൻ ലിസമാനി, ഒരു ചുരുങ്ങിയ കാലം നീ ക്ഷമിച്ചേക്കുക. ഒറ്റമില്ലാത്ത ഒടുക്കമില്ലാത്ത ഒരു ലോകത്തിനു വേണ്ടി, ഒരു കാലത്തിനു വേണ്ടി. അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നമ്മെ ഉയർത്തുന്നതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നോക്കൂ, അള്ളാഹുവിന്റെ പേരിൽ, അസീസ് എന്ന ഈ പേരിലുള്ള ഇസ്സത്തിന്റെ മൂന്നാമത്തെ വശമാണ് ഞാൻ പറഞ്ഞത്. അഥവാ അള്ളാഹു ഖഹറുകൊണ്ട് ഇസ്സത്തുള്ളവനാണ്. അവനാണ് അവന്റെ സൃഷ്ടികളെ മുഴുവൻ അടക്കി ഭരിക്കുന്നവൻ. വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി, മുകളിൽ നിന്ന് അവന്റെ അടിമകളെ അടക്കി ഭരിക്കുന്നവൻ റബ്ബാൻ. ഈ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞ അൽ ജബ്ബാർ എന്ന അള്ളാഹുവിന്റെ പേരിന്റെ അർത്ഥങ്ങളിൽ ഒന്നാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ ചില പേരുകൾ അത് പരസ്പരം അർത്ഥത്തിൽ സാദൃശ്യമുള്ള പേരുകളാണ്. പരിപൂർണമായി ഒരേപോലെ അല്ലെങ്കിലും അർത്ഥത്തിൽ സാദൃശ്യമുള്ള പേരുകൾ പലതുണ്ട്. ഉദാഹരണത്തിന് അലീം, ഖബീർ. അലീം എന്നാൽ അവൻ എല്ലാം അറിയുന്നവനാണ്, ഖബീർ എന്നാൽ അവൻ എല്ലാം അറിയുന്നവനാണ്. അതേസമയം സൂക്ഷ്മമായ ഒരു വ്യത്യാസവും അതിലുണ്ട്. ഖബീർ എന്നത് വളരെ ദഖീഖായ, വളരെ ഗോപ്യമായ ചെറിയ വസ്തുക്കൾ പോലും എല്ലാം അതുപോലും അറിയുന്നവനാണ് എന്നർത്ഥം സൂചിപ്പിക്കുന്ന പേരാണ് ഖബീർ എന്ന പേര്. അലീം എന്നാൽ എല്ലാം ഉൾക്കൊള്ളുന്ന, വലുതും ചെറുതും ഒക്കെ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ പേരാണ് അലീം എന്ന പേര്. ഇങ്ങനെ ചെറിയ സാദൃശ്യങ്ങൾ, അടുത്തടുത്ത അർത്ഥങ്ങൾ അള്ളാഹുവിന്റെ ചില പേരുകൾ തമ്മിലുണ്ട്. അതുപോലെ അസീസ് എന്ന പേരിലെ 3 വശങ്ങളാണ്. ഇസ്സത്ത് എന്ന അള്ളാഹുവിന്റെ സിഫത്ത് അർത്ഥമാക്കുന്ന അവന്റെ ഇസ്സത്തിന്റെ 3 വശങ്ങളാണ് ഞാൻ പറഞ്ഞത്.
ശക്തി കൊണ്ടുള്ള അവന്റെ പ്രതാപം, അതുപോലെ അവൻ ആർക്കും ഉപദ്രവിക്കാൻ സാധ്യമല്ല, അവന് ഉപകാരം ചെയ്യാൻ സാധ്യമല്ല എന്ന റബ്ബിന്റെ പ്രതാപം, അള്ളാഹുവിന്റെ ആധിപത്യവും അധികാരവും കൊണ്ടുള്ള അവന്റെ പ്രതാപം. ഈ മൂന്നർത്ഥം പറഞ്ഞു. ഇതിൽ മൂന്നാമത് പറഞ്ഞ അർത്ഥം അത് അൽ ജബ്ബാർ എന്ന അള്ളാഹുവിന്റെ പേരിന്റെ ഒരു അർത്ഥമാണ്. അവൻ അധിപതിയാണ്, അൽ ജബ്ബാർ. അവൻ ആകാശഭൂമികളുടെ അധിപതിയാണ്. അവൻ പ്രപഞ്ചത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നവനാണ്. നാളെ പരലോകത്ത് അവൻ ഭൂമിയെ ചുരുട്ടിപ്പിടിക്കും. ഭൂമി അവന്റെ വലത് കൈയിലായിരിക്കും, ആകാശത്തെ അവൻ തന്റെ വലത് കൈയിൽ ചുരുട്ടിപ്പിടിക്കും. എന്നിട്ട് അവൻ പറയും അനൽ മലിക്, ഞാനാണ് യഥാർത്ഥ രാജാവ്. ഐനൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂൻ, ദുനിയാവിലെ അധികാരികളും ദുനിയാവിൽ അഹങ്കരിച്ചിരുന്നവരും ഒക്കെ എവിടെ പോയി? അങ്ങനെയുള്ള ഇതിന്റെ എല്ലാം ഉടമസ്ഥനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യഥാർത്ഥത്തിൽ യാതൊരു തീരുമാനവും അവരുടെ കയ്യിലല്ല, ഒന്നും അവരുടെ കയ്യിലല്ല, യാതൊന്നും യഥാർത്ഥത്തിൽ അവരുടെ കയ്യിലല്ല. നോക്കൂ, ദീൻ, ശറഅ അതാരാണ് തീരുമാനിക്കുന്നത്? അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. ഖദർ, ദുനിയാവിലെ പ്രാപഞ്ചികമായ വിധി അതാരാണ് തീരുമാനിക്കുന്നത്? അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. ഖദർ അള്ളാഹുവിന്റെ കയ്യിലാണെന്ന് എല്ലാവർക്കും അറിയാം. ഖദർ അള്ളാഹുവിന്റെ കയ്യിലാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരാളും ജനിച്ചത് അവൻ തീരുമാനിച്ചത് പ്രകാരമല്ല. അവൻ ഇന്ന നാട്ടിൽ ഇന്ന ഉപ്പയുടെ മകളായി ജനിക്കണമെന്ന് അവനാണോ തീരുമാനിച്ചത്? അല്ല. അവന്റെ നിഴൽ പോലും അവന്റെ നിയന്ത്രണത്തിലല്ല. അവന്റെ കൈ വളരുന്നതും കാല് വളരുന്നതും അവന്റെ നിയന്ത്രണത്തിലല്ല. അവന്റെ തൊലി ചുടിയുന്നവന്റെ നിയന്ത്രണത്തിലല്ല. മുടി നരക്കുന്നവന്റെ നിയന്ത്രണത്തിലല്ല. ഹൃദയം ഇടിക്കുന്നവന്റെ നിയന്ത്രണത്തിലല്ല. മരിക്കുന്നവന്റെ നിയന്ത്രണത്തിലല്ല. ഇതെല്ലാവർക്കും അറിയാം. എങ്കിൽ സഹോദര, ഇസ്ലാം വളരെ എളുപ്പമാണ്. ഇതിലൊക്കെ നീ അള്ളാഹുവിന്റെ അടിമയാണോ, നിനക്ക് യാതൊരു തെരഞ്ഞെടുപ്പും തീരുമാനവും ഇല്ലേ, അതുപോലെ നീ ജീവിക്കേണ്ട അനുസരിക്കേണ്ട മതം അതും അള്ളാഹുവിൻ്റെതാണ്. ഇതാണ് ഇസ്ലാം. അതാണ് ഇത് രണ്ടും അള്ളാഹു ഖുർആനിൽ പലതവണ എടുത്തു പറഞ്ഞത്. നിങ്ങൾ ഖുർആൻ ശ്രദ്ധിച്ചു വായിച്ചു നോക്കൂ. അള്ളാഹു ആകാശ ഭൂമികളുടെ അതിലുള്ള അവന്റെ നിയന്ത്രണം പറഞ്ഞ ഉടനെ ദീൻ പറയുന്നത് കാണാം. ഇതിലൊക്കെ അള്ളാഹുവിൻ്റെതാണ് നിയന്ത്രണം. അതുപോലെ നീ അനുസരിക്കേണ്ട ദീനും അള്ളാഹുവിന്റെ ദീനാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംർ തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അലാ ലഹുൽ ഖൽഖു വൽ അംറു തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അവന്റേതാണ് ഖൽഖും അംറും, സൃഷ്ടിപ്പ് അവന്റേതാണ്, അതുപോലെ അംറും അവന്റേതാണ്. ശാസനാധികാരം അഥവാ എന്ത് വിശ്വസിക്കണം, നീ എന്ത് ചെയ്യണം, ഏതൊക്കെയാണ് ഹലാൽ ഏതൊക്കെയാണ് ഹറാം, അത് പറയാനുള്ള അവകാശവും അള്ളാഹുവിനാണ്. അതാണ് നീ അനുസരിക്കേണ്ടത്. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹു അവൻ എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞവനായിരിക്കുന്നു. എന്നാൽ സഹോദരങ്ങൾ, ഇതിന്റെ അർത്ഥം എന്തല്ല? അടിമകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും അള്ളാഹു നൽകിയിട്ടില്ല എന്നല്ല. ദീൻ അവന്റേതാണ്, പ്രപഞ്ചത്തിലെ തീരുമാനം അവന്റേതാണ്, പ്രതിഫലം നൽകുന്നവൻ അവനാണ്. അതേസമയം അവൻ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് അവർക്ക് ഇഖ്തിയാർ നൽകിയിട്ടുണ്ട്, തെരഞ്ഞെടുക്കാൻ അവസരം നൽകിയിട്ടുണ്ട്. ഇതിനെ നിഷേധിക്കുന്ന ചില കക്ഷികളുണ്ട്. അള്ളാഹുവിന്റെ ഖദർ എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ഇതിനെ നിഷേധിക്കുന്ന, അതിന്റെ കാര്യത്തിൽ വഴിതെറ്റിയിട്ടുള്ള രണ്ട് കക്ഷികളുണ്ട്. ഒന്ന് ഖദരിയത്താണ്, ഖദറിനെ നിഷേധിക്കുന്നവർ. മുൻഗാമികളിൽപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാൾ ഇതിനെ നിഷേധിക്കുന്ന ഒരാളുമായി സംസാരിക്കാൻ അദ്ദേഹം അങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസരം വന്നു. ഭരണാധികാരി ഒരാളുടെ മുന്നിൽ വെച്ചായിരുന്നു. അപ്പൊ ഇദ്ദേഹം കടന്നു വരുമ്പോൾ തന്നെ ഈ പിഴച്ച ആശയമുള്ള ആൾ പറഞ്ഞു, ഖദറിനെ നിഷേധിക്കുന്ന ആളാണ്. അയാൾ പറഞ്ഞു, അള്ളാഹു എത്ര പരിശുദ്ധനാണ്, അവന്റെ അധികാരപരിധിയിൽ തിന്മകൾ സംഭവിക്കാൻ, തിന്മകൾ വിധിക്കാത്ത അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹിന്റെ ഖദറിൽ വിശ്വസിക്കുന്ന ഈ പണ്ഡിതനെ ഒന്ന് അദ്ദേഹത്തിനെതിരെ എയ്ത ഒരു ഒളിയമ്പായിരുന്നത്. അതായത് ഖദർ നിഷേധിക്കുന്ന വാദിക്കുന്നവൻ എന്താണ്, ഈ തിന്മകളൊക്കെ അള്ളാഹു നിശ്ചയിച്ചതാണ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദുരാരോപണമാണെന്നാണ് അവന്റെ വിചാരം. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നവരാണ് എന്ന അർത്ഥത്തിലാണ് ഈ പറഞ്ഞത്. നിങ്ങളാകട്ടെ
ഈ തിന്മകളൊക്കെ അള്ളാഹു തീരുമാനിച്ചത് പ്രകാരമാണ് എന്ന് പറയുന്നവരാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, തന്റെ അധികാരത്തിൽ, തന്റെ മുൽക്കിൽ താൻ അറിയാതെ ഒന്നും നടക്കാത്ത, ഒന്നും സംഭവിപ്പിക്കാത്തവനായ അള്ളാഹു പരിശുദ്ധൻ. കാരണം ഇവന്റെ വാദപ്രകാരം ഇതൊക്കെ അള്ളാഹു അറിയാതെ സംഭവിച്ചതാണെന്ന് പറയേണ്ടി വരും. ഇതൊക്കെ അള്ളാഹു അറിയാതെ സംഭവിച്ചതാണെന്ന് പറയേണ്ടി വരും. അല്ല, ഒരിക്കലുമല്ല. മറിച്ച് അത് അള്ളാഹുവിന്റെ ഖദറിനാൽ സംഭവിച്ചതാണ്. അതിനു പിന്നെ അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട്, അവന്റെ യുക്തിയുണ്ട്. അതിലാത്യന്തികമായി പല നന്മകളും സംഭവിക്കാനുണ്ട്. നന്മയും തിന്മയും വേർതിരിയണമെങ്കിൽ, നന്മക്കും തിന്മക്കും ഇടയിലുള്ള വ്യത്യാസം ആളുകൾക്ക് മനസ്സിലാകണമെങ്കിൽ, നന്മ കൽപ്പിക്കണമെങ്കിൽ, തിന്മ വിരോധിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ പാപമോചനം ഉണ്ടാകണമെങ്കിൽ, നന്മയുടെ ആളുകളും തിന്മകളുടെ ആളുകളും തമ്മിലുള്ള പോരാട്ടം ഉണ്ടാകണമെങ്കിൽ, ഇങ്ങനെ പല ഹിക്മത്തുകൾ അള്ളാഹു തിന്മയുടെ നിശ്ചയിച്ചതിന് പിന്നിലുണ്ട്. അള്ളാഹുവിന്റെ ഖദറിൽ സഹോദരങ്ങളെ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ വിധി അതില്ലാതെ യാതൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ അടിമകൾക്ക് അള്ളാഹു തെരഞ്ഞെടുക്കാൻ അവസരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നോക്കൂ, ഞാൻ ഈ പറയുന്ന വാക്ക് ഞാൻ ഉദ്ദേശിച്ച വാക്കാണ്, ഞാൻ ഉദ്ദേശിച്ച പദങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ എന്റെ കൈ ഉയർത്തി ഞാൻ ഉദ്ദേശിച്ചിട്ടാണ്, സംശയമില്ല ഞാൻ ഉദ്ദേശിച്ചിട്ടാണ്. എന്നാൽ വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ അവർക്ക് ഉദ്ദേശിക്കുക സാധ്യമല്ല. അള്ളാഹുവിന്റെ ഉദ്ദേശം അതിനു മുൻപേ കഴിഞ്ഞു പോയിട്ടുണ്ട്, യാതൊരു സംശയവും അതിലില്ല. വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. അതുകൊണ്ട് തന്നെയാണ് നോക്കൂ, അടിമകളായ ആളുകൾ അവർ ഉദ്ദേശിച്ചിട്ട് ചെയ്തതിനെ അവർ ഉത്തരവാദിയാവുകയുള്ളൂ. നീ ഉറക്കത്തിൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു, അള്ളാഹു അതിന്റെ പേരിൽ ശിക്ഷിക്കുകയില്ല. അള്ളാഹു ആ പ്രവർത്തനം അവനിലേക്കാണ് ചേർത്തി പറഞ്ഞത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, വനുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്ത ശിമാൽ. അവരെ നാം വലത്തോട്ടും ഇടത്തോട്ടും തിരിച്ചിട്ടു എന്നാണ് ഗുഹയിൽ ഉറങ്ങിക്കിടന്നവരെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. എന്തുകൊണ്ടാണ് നാം തിരിച്ചിട്ടു എന്ന് പറഞ്ഞത്? ഉറക്കത്തെ അവർ ചെയ്തതാണ്, അത് അവരുടെ ഉത്തരവാദിത്തത്തിലുള്ള പ്രവർത്തനമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിൽ, റമദാനിൽ അല്ലെങ്കിൽ നോമ്പെടുത്തിട്ട് ഒരാൾ മറന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ, വെള്ളം കുടിച്ചാൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ നോമ്പ് പൂർത്തിയാക്കട്ടെ. ഫഇന്നമാ അത്അമഹു അല്ലാഹു വസഖാഹ്. അള്ളാഹുവാണ് അവനെ ഭക്ഷിപ്പിച്ചത്, അള്ളാഹുവാണ് അവനെ കുടിപ്പിച്ചത്. അവൻ ഉദ്ദേശിച്ച് ചെയ്തതല്ലാത്തത് കൊണ്ട് നോക്കുക, ആ പ്രവൃത്തി അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞു. അതേസമയം നീ ഉദ്ദേശിച്ചിട്ട് ചെയ്തതാണോ, നീ ഉത്തരവാദിയാണ്. എന്നാൽ ആ പ്രവർത്തനം റബ്ബ് അറിയാതെ നീ ചെയ്തതാണോ, അവന്റെ ഉദ്ദേശമില്ലാതെ ചെയ്തതാണോ, അവൻ അറിയാതെ ചെയ്തതാണോ, അവൻ മുമ്പേ അത് രേഖപ്പെടുത്തിയിട്ടില്ലേ, അവനല്ലേ ആ പ്രവൃത്തിയെ സൃഷ്ടിച്ചത്? ഒരിക്കലുമല്ല. അള്ളാഹു നേരത്തെ അറിഞ്ഞിട്ടുണ്ട്, അവൻ എഴുതി വച്ചിട്ടുണ്ട്, അവൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അവൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് ഒരു ആശങ്കക്കുമിടയില്ലാത്ത മുസ്ലിമീങ്ങളുടെ വിശ്വാസമാണ്. അള്ളാഹു പടപ്പുകളെ ഒരു കാര്യം ചെയ്യാൻ അവരെ നിർബന്ധിതാവസ്ഥയിലാക്കിയിട്ടില്ല. നിർബന്ധിപ്പിക്കപ്പെട്ട് ചെയ്തതിന് അവന് കുറ്റവുമില്ല, അവന്റെ ഉദ്ദേശത്തോടെ ചെയ്തതിനാണ് അവന് കുറ്റമുള്ളത്. നോക്ക്, അതുകൊണ്ടാണ് അള്ളാഹു എന്തു പറഞ്ഞത്, വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. നബിയെ പറയുക, അൽ ഹഖ്ഖു മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ ഉള്ളതാണ് ഹഖ്. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഉദ്ദേശിക്കുന്നവൻ വിശ്വസിക്കട്ടെ, ഉദ്ദേശിക്കുന്നവൻ നിഷേധിക്കട്ടെ. അപ്പൊ ഈമാനും കുഫറും ഉദ്ദേശിക്കുന്നവൻ ചെയ്യട്ടെ, അവന്റെ ഉദ്ദേശം അതിന്റെ പിന്നിലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. നഫ്സ് തന്നെ സത്യം, അതിനെ ശരിപ്പെടുത്തിയത് തന്നെ സത്യം. എന്നിട്ട് അള്ളാഹു അതിന്റെ തിന്മയും അതിന്റെ തഖ്വയും അതിന് തോന്നിപ്പിച്ചു കൊടുത്തു. പിന്നെന്താണ് അള്ളാഹു ഖദ് അഫ്ലഹ മൻ സക്കാഹ, അതിനെ പരിശുദ്ധപ്പെടുത്തിയവൻ വിജയിച്ചിരിക്കുന്നു. ഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ തിന്മകളിൽ കുഫറിൽ കുഴിച്ചു മൂടിയവൻ പരാജിതനായിരിക്കുന്നു. അവനിലേക്കാണ് അള്ളാഹു അതിനെ ചേർത്തി പറഞ്ഞത്. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. അള്ളാഹു ഉദ്ദേശിച്ചതേ നടക്കൂ. ഖദറിലുള്ള വിശ്വാസം, അതിൽ യാതൊരു ഇഷ്കാലും ആളുകൾക്കില്ല, വേണ്ടതില്ല. അതേസമയം ജനങ്ങൾ ഇഷ്കാലിൽ ചിലരെങ്കിലും ആകാറുള്ളത് ഏത് കാര്യത്തിലാണ്?
ഇദ്ലാലും അതുപോലെ ഹിദായത്തും ഇതിലാണ്. ഹിദായത്തും അതുപോലെ ഇദ്ലാൽ. അള്ളാഹു സന്മാർഗമേകുക, അള്ളാഹു വഴികേടിലാക്കുക എന്നതിലാണ്. അള്ളാഹു ഉദ്ദേശിച്ചവനാണ് ഹിദായത്തിലാവുക, അള്ളാഹു ഉദ്ദേശിച്ചവനാണ് വഴികേടിലാവുക, മനസ്സിലാക്കുക. എന്നാൽ ഈ ഹിദായത്ത് അത് കാറ്റിൽ പറന്നു പോകുമ്പോൾ വീണുപോയ ആളുകൾക്ക് കിട്ടുന്നതല്ല, മറിച്ച് അതിന് അർഹതയുള്ളവർക്കാണ് അള്ളാഹു നൽകുക. അതിന് അർഹതയില്ലാത്തവർക്ക് അള്ളാഹു നൽകുക. അള്ളാഹുവിന്റെ ഫദ്ലാണ്, അവന്റെ ഔദാര്യമാണ്. അള്ളാഹുവിന്റെ ഫദ്ലാണ്, അവന്റെ ഔദാര്യമാണ്. ഒരു അമൂല്യമായ മുത്ത് ഒരു വിസർജ്യത്തിൽ ഒരാൾ കൊണ്ടുപോയിട്ടാൽ അയാൾ ബുദ്ധിയില്ലാത്ത ആളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും യുക്തിയുള്ളവനാണ്. അവന് ഈമാൻ അവർ ഉദ്ദേശിക്കുന്ന പരിശുദ്ധമായ ഇടത്തല്ലാതെ വെക്കുകയില്ല. ഒരാൾ കുഫറിലായി മരിച്ചിട്ടുണ്ടോ അവന് ആ ഈമാൻ സ്വീകരിക്കാനുള്ള അർഹതയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന് നൽകാത്തത്. അതുപോലെ അള്ളാഹുവിലേക്ക് കിതാബ് അവതരിപ്പിച്ചിട്ടുണ്ട്, റസൂലുകളെ നിയോഗിച്ചിട്ടുണ്ട്. അവൻ സ്വയം തീരുമാനിച്ചതാണ്. അവരുടെ ഖുബ്സിന് അവരെത്രമാത്രം മോശക്കാരായിരുന്നു എന്നതിനുള്ള തെളിവാണ്. നിങ്ങൾ നോക്കൂ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് എന്ത്? നാളെ പരലോകത്ത് അവർ എത്തിയാൽ, നരകം അവർ കണ്ടാൽ, ദലാലത്തിലായി, വഴികേടിലായി, കുഫറിലായി മരിച്ചവർ, അവരുടെ മ്ലേച്ഛത എത്ര വലുതാണ് എന്നതിന് അത് മനസ്സിലാക്കാൻ പറ്റുന്ന തെളിവാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്. കുഫാറുകളായ ആളുകൾ നാളെ പരലോകത്ത് നരകാഗ്നിയിൽ അകപ്പെട്ടാൽ, അല്ലെങ്കിൽ നരകം കണ്ടാൽ, അള്ളാഹു പറയുകയാണ് വലൗ റുദ്ദു ലആദൂ ലിമാ നുഹൂ അൻ. എന്നിട്ട് അവർ അള്ളാഹു ദുനിയാവിൽ മടക്കിയിരുന്നുവെങ്കിൽ അവർ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുമായിരുന്നു. സംഭവിക്കാത്തൊരു കാര്യമാണ്, പക്ഷെ അത് സംഭവിച്ചിരുന്നുവെങ്കിൽ എങ്ങനെ ആകുമായിരുന്നു എന്നറിയുള്ളവനാണ് റബ്ബ്. സംഭവിക്കാത്ത കാര്യം സംഭവിച്ചിരുന്നുവെങ്കിൽ അതെങ്ങനെയാണ് സംഭവിക്കുക എന്നറിയുന്നവനാണ് റബ്ബ്. അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ടതാണ്. അബൂലഹബോ, അബൂജഹലോ, ഫിറഔനോ, ഹാമാനോ ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നരകം അവർ കണ്ടു, നരകം അനുഭവിച്ചു, എന്നിട്ട് ദുനിയാവിൽ അവരെ മടക്കി, ദുനിയാവിൽ അവരെ തിരിച്ചയച്ചു. എന്താണ് അവർ ചെയ്യുക? അള്ളാഹു പറയുകയാണ്, സത്യം മാത്രം പറയുന്ന റബ്ബ് അവരെന്താണ് പഴയ അവസ്ഥ എന്താണോ അതുപോലെ. യാ സുബ്ഹാനല്ലാഹ്, ഇതിനേക്കാൾ വലിയ മ്ലേച്ഛത മറ്റെന്തുണ്ട്? എങ്ങനെയാണ് അവർക്ക് ഹിദായത്ത് യോജിക്കുക? എങ്ങനെയാണ് അവർക്ക് ഹിദായത്ത് യോജിക്കുക? ഹിദായത്ത് യോജിക്കുകയില്ല. അള്ളാഹു അത് യോജിച്ചവർക്കാണ് നൽകുക. ഇനി സഹോദരങ്ങളും ചിന്തിക്കുക, അള്ളാഹു ഈ ദുനിയാവിലേക്ക് നമ്മെ അയക്കാതെ, ഒരു മനുഷ്യനെ അള്ളാഹു ദുനിയാവിലേക്ക് അയക്കാതെ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ നരകത്തിയിൽ സൃഷ്ടിച്ച് നരകത്തിലാക്കി കൂട്ടുക. സൃഷ്ടിച്ച് നരകത്തിലാക്കാൻ അള്ളാഹു തീരുമാനിച്ചാൽ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവനത് സാധിക്കുമായിരുന്നു. ദുനിയാവിലെ പരീക്ഷണം നിശ്ചയിക്കാതെ, ദുനിയാവിലെ ജീവിതം നൽകാതെ നേരെ നരകത്തിലേക്ക് സൃഷ്ടിക്കാൻ അള്ളാഹുവിന് സാധിക്കുകയില്ലേ? ആർക്കവനെ തടയാൻ സാധിക്കും? അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവന് സാധിക്കും. അവനത് ചെയ്തിട്ടില്ല. റബ്ബ് സുബ്ഹാനഹു തആല അവൻ ചെയ്തിട്ടില്ല. അവൻ കിതാബ് അവതരിപ്പിക്കുകയും റസൂലുകളെ നിയോഗിക്കുകയും അവനിലേക്ക് ക്ഷണിക്കുകയും 2 വഴികൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടല്ലാതെ, എന്നിട്ട് കുഫറായി മരിച്ചവനെ അല്ലാതെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, സ്വർഗം എന്നത് അള്ളാഹുവിന്റെ ഫദ്ലാണ്, ഹിദായത്ത് എന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. എന്നാൽ ഒരുവനെ ദലാലത്തിലാക്കുക, വഴികേടിലാക്കുക, നരകത്തിലാക്കുക അള്ളാഹുവിന്റെ നീതിയാണ്. അവനോട് അള്ളാഹു അനീതി ചെയ്തിട്ടില്ല. ഔദാര്യം തരാത്തതിന് ആരെയും കുറ്റപ്പെടുത്താൻ അവകാശമില്ല. അർഹതപ്പെട്ടു ഒരാൾ കൊടുക്കാൻ അയാൾ ബാധ്യതപ്പെട്ടു കൊടുത്തില്ലെങ്കിൽ കുറ്റക്കാരനാണ്, തെറ്റുകാരനാണ്. എന്നാൽ അള്ളാഹുവിന് ആരോടും ബാധ്യതയില്ല. അവൻ കൊടുക്കുന്നത് ഒന്നുകിൽ ഔദാര്യമാണ്, അല്ലെങ്കിൽ നീതിയാണ്. ഇതാണ് സഹോദരങ്ങളെ ഖദറിലുള്ള വിശ്വാസം. വളരെ ചുരുങ്ങിയ നിലക്ക് നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ചില ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇതിനപ്പുറത്ത് ഖദറിൽ അള്ളാഹു നമ്മിൽ നിന്ന് മറച്ചു വെച്ച ഒരു വിജ്ഞാനമുണ്ട്. മനസ്സിലല്ലേ? അള്ളാഹുവിന്റെ ഖദറിനെ കുറിച്ച് അള്ളാഹു നമുക്ക് അറിയിച്ചു തന്ന വിജ്ഞാനമുണ്ട്, അള്ളാഹു മറച്ചു വെച്ചിട്ടുള്ള വിജ്ഞാനമുണ്ട്. അതേക്കുറിച്ച് പൈശാചിക ചിന്തകൾ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ ദുകിറൽ ഖദറു ഫഅംസികൂ. ഖദർ പരാമർശിക്കപ്പെട്ടാൽ നിങ്ങൾ അവിടെ നിർത്തുക. അതെവിടെയാണ്? അള്ളാഹു പറഞ്ഞു തരാത്ത
ഭാഗമുണ്ട്, അതിൽ സംശയമില്ല. സലഫുകൾ മുൻഗാമികൾ പറഞ്ഞതാണ് അൽ ഖദറു സിറുല്ലാഹ്, ഖദർ എന്നത് അള്ളാഹുവിന്റെ സിറാണ്, അവൻ രഹസ്യമാക്കി വെച്ച കാര്യമാണ്. നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങൾ അത് വിശ്വസിക്കുക. അള്ളാഹു അനീതി ചെയ്യുക. നാം അടിമകളാണ്, റബ്ബുകളല്ല. അള്ളാഹുവാണ് റബ്ബ്, അവനാണ് യജമാനൻ. അതുകൊണ്ട് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ് അൽ ജബ്ബാർ എന്ന പേര് പറയുമ്പോൾ ചില ആളുകൾ ജബർ വിചാരിക്കാറുണ്ട്. എന്താണ് ജബർ എന്ന് പറഞ്ഞാൽ? ജബരിയാക്കളുടെ വാദമാണ്. അഥവാ പടപ്പുകൾക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നത് അല്ല. അള്ളാഹു അവർക്ക് അമൽ ചെയ്യാൻ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, ഉദ്ദേശം അവർക്ക് നൽകിയിട്ടുണ്ട്. അവർ ഉദ്ദേശിച്ചാണ് അവർ പ്രവർത്തിക്കുക. ഉദ്ദേശിച്ചു പ്രവർത്തിച്ചതിനാണ് അവർ ഉത്തരവാദികളാവുക. മനസ്സിലായില്ലേ? അത് ഖദറിലെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ്. അപ്പൊ നോക്കൂ, അൽ ജബ്ബാർ എന്ന അള്ളാഹുവിന്റെ പേരിന്റെ ഒരു അർത്ഥം അള്ളാഹു റബ്ബുൽ ആലമീൻ, അവൻ എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്നവനാണ് എന്ന അർത്ഥമാണ്. രണ്ടാമത്തെ അർത്ഥം അല്ലദീ യജ്ബുറുൽ കസീർ, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ കുറവുകളെ, അവൻ പോരായ്മകളെ നികത്തി തരുന്ന ജബ്ബാറാണ്. ജബ്ബറിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ജാബിർ എന്ന വാക്ക് കേട്ടിട്ടില്ലേ? കുറവുകൾ നികത്തി കൊടുക്കുന്ന, ന്യൂനതകൾ പരിഹരിച്ചു കൊടുക്കുന്ന ആളെന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ ഏറ്റവും ഫആൽ എന്ന വസിനിൽ വരുന്ന, അഥവാ ഏറ്റവും നന്നായി കുറവുകൾ പോരായ്മകൾ നികത്തി കൊടുക്കുന്ന ജബ്ബാറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവനാണ് രോഗികൾക്ക് ശിഫ നൽകുന്നവൻ. അവനാണ് ആപത്തുകൾ ബാധിച്ചവർക്ക് ക്ഷമിക്കാൻ തൗഫീഖ് ചെയ്യുന്നത്. പിന്നീട് സൗഖ്യം നൽകുന്നത് അല്ലാഹുവാണ്. പിന്നീട് വലിയ പ്രതിഫലം നൽകുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അതുകൂടാതെ അള്ളാഹു അവനിൽ വിശ്വസിച്ച, അവനെ സ്നേഹിക്കുന്ന, അവനിൽ പ്രതീക്ഷ അർപ്പിച്ച, അവനെ ഭയപ്പെടുന്ന അടിമകളുടെ ഹൃദയങ്ങളെ, അതിനെ കുറവുകൾ അള്ളാഹു നികത്തി കൊടുക്കും. അള്ളാഹു അവർക്ക് അവനെ കുറിച്ചുള്ള വിജ്ഞാനം നൽകും. അവർക്ക് അറിവില്ലായിരുന്നു, അള്ളാഹു അവരെ പഠിപ്പിക്കും. അവർക്ക് സന്മാർഗം അറിയില്ലായിരുന്നു, അള്ളാഹു അവർക്ക് സന്മാർഗം നൽകും. അള്ളാഹുവിന്റെ ജബറാണ്. അതാണ് നമ്മൾ നിസ്കാരത്തിൽ തേടുന്നത്. അല്ലാഹുമ്മ വജ്ബുർനി എന്ന് തേടുന്നില്ല നമ്മൾ? എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹു എന്റെ കുറവുകൾ, പോരായ്മകൾ നീ നികത്തി തരണമേ എന്ന്. കുറവുകൾ അത് നികത്തി തരണേ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയുള്ള ജബ്ബാറാണ് അള്ളാഹു. ഈ പേരിന്റെ മറ്റൊരു അർത്ഥം അള്ളാഹു മുകളിലുള്ളവനാണ് എന്ന അർത്ഥമാണ്. ജബ്ബാർ എന്ന പേരിന് അവന്റെ ഔന്നത്യം, അവൻ എല്ലാ സൃഷ്ടികളെക്കാളും മുകളിലുള്ളവനാണ് എന്ന അർത്ഥം കൂടിയുണ്ട്. അള്ളാഹുവിന്റെ ഈ ജബറൂത്ത്, അതാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയിരുന്ന, നിസ്കാരത്തിൽ തേടിയിരുന്ന, റുക്കൂഇലും സുജൂദിലും പറഞ്ഞിരുന്ന ഒരു ദിക്റാണല്ലോ, സുബ്ഹാനദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയാഇ വൽ അളമ. എല്ലാ ആധിപത്യത്തിന്റെയും, എല്ലാ മഹത്വത്തിന്റെയും, എല്ലാ വലിപ്പത്തിന്റെയും റബ്ബായ അള്ളാഹു, അവൻ എത്ര പരിശുദ്ധനാണ്. അതുകൊണ്ട് തന്നെ അടിമകൾക്കൊരിക്കലും അഹങ്കാരം നടിക്കുക, തജബ്ബുർ നടിക്കുക എന്ന് പറയും, ആധിപത്യം നടിക്കുക, അത് ഒരിക്കലും അടിമകൾക്ക് പാടില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് വെറുക്കുന്നു. അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, കദാലിക യത്ബഉല്ലാഹു അലാ കുല്ലി ഖൽബി മുതകബ്ബിരിൻ ജബ്ബാർ. അങ്ങനെയാണ് അല്ലാഹു അഹങ്കാരിയായ പെരുമ നടിക്കുന്ന, ഗർവ് നടിക്കുന്ന, അഹങ്കാരം നടിക്കുന്ന ആളുകളുടെ എല്ലാം, അങ്ങനെയുള്ള ഹൃദയങ്ങളിന്മേലെല്ലാം, അങ്ങനെയുള്ള കൽബുകളിന്മേലെല്ലാം അങ്ങനെയാണ് അള്ളാഹു മുദ്ര വെക്കുക. അഥവാ അവർക്ക് ഹിദായത്ത് അള്ളാഹു കൊടുക്കാത്തത് അതുകൊണ്ടാണ്. ഖുർആനിൽ അള്ളാഹു സൂറത്ത് ഇബ്രാഹിമിൽ പറഞ്ഞത് കാണാം, വസ്തഫ്തഹു വഖാബ കുല്ലു ജബ്ബാരിൻ അനീദ് മിൻ വറാഇഹി ജഹന്നം വയുസ്ഖാ മിൻ മാഇൻ സദീദ് യതജറഉഹു വലാ യകാദു യുസീഗുഹു വയഅതീഹിൽ മൗതു മിൻ കുല്ലി മകാനിൻ വമാ ഹുവ ബിമയ്യിത് വമിൻ വറാഇഹി അദാബുൻ ഗലീദ്. അവർ സഹായം തേടി, അപ്പോഴതാ വഖാബ കുല്ലു ജബ്ബാരിൻ അനീദ്, ധിക്കാരിയായ, ഈ രൂപത്തിൽ അഹങ്കാരം നടിക്കുന്ന ആളുകളെല്ലാം തുലഞ്ഞുപോയി. അവർക്ക് പിന്നാലെ നരകമുണ്ട്. അവർക്ക് സദീദിൽ നിന്നാണ് അവർക്ക് പാനീയം ലഭിക്കുക. നരകത്തിൽ അങ്ങേറ്റം മോശമായ പാനീയമാണ്. അത് കുടിച്ചിറക്കാൻ അവർ ശ്രമിക്കും, എന്നാൽ അവർക്കതിന് സാധിക്കുകയില്ല. എല്ലാ ഭാഗത്തു നിന്നും ശിക്ഷ അവർക്ക് നേരെ വരും. നരകം ഏറ്റെടുത്തിട്ടുള്ളൊരു വിഭാഗമാണ് അഹങ്കാരികളായ ആളുകൾ. അതുകൊണ്ട് ഈ തജബ്ബുർ അത് നമുക്ക് പാടില്ല. ജബ്ബാർ അള്ളാഹുവാണ്, എല്ലാത്തിൻ്റെയും അധിപതി അള്ളാഹുവാണ്. പെരുമ നടിക്കുക എന്നത് നമുക്ക് പാടില്ല. എല്ലാത്തിനേക്കാളും മുകളിലുള്ളവൻ അള്ളാഹുവാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പേരുകൾ
അവൻ്റെ വിശേഷണങ്ങൾ അത് ഏറ്റവും നന്നായി മനസ്സിലാക്കാനും അവനനുസരിച്ച് ജീവിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصيبات الدنيا ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. اللهم أدخلنا الجنة اللهم أدخلنا الجنة اللهم أدخلنا الجنة. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.